അഞ്ചിനോടിഞ്ചോടിഞ്ച്. ബൈജൂസ് പ്രസൻസ് അഞ്ചിനോടിഞ്ചോടിഞ്ച്. കോ പ്രസന്റഡ് ബൈ എയർടെൽ. തിങ്കൾ മുതൽ ബുധൻ വരെ രാത്രി 8:30. രാംരാജ് മുണ്ട് അരം പ്ലസ് അരം കിന്നരം. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ രാത്രി 8:30. അഞ്ചിനോടിഞ്ചോടിഞ്ച് കാണൂ. ഇനി മുതൽ വീട്ടിലിരുന്നും പണം നേടാം. ഇറ്റ്സ് കോൾഡ് ഫാമിലീസ് പ്ലേ ടൈം. എന്റെ ചോദ്യങ്ങൾക്ക് തത്സമയം ഉത്തരം നൽകൂ. 30 ലക്ഷം രൂപയാണ് സമ്മാനം. ബൈജൂസ് പ്രസൻസ് അഞ്ചിനോടിഞ്ചോടിഞ്ച്. കോ പ്രസന്റഡ് ബൈ എയർടെൽ. പുത്തൻ പ്രസരിപ്പോടെ സൂര്യ TV. എന്ത് പാരയാണിത്? അയ്യോ മുത്തശ്ശി, എത്ര തവണയെ വിളിക്കുന്നു. ഹലോ മുത്തശ്ശി, ഞാനിതാ വന്നു. ശരി ശരി. പെട്ടെന്ന് പോയില്ലെങ്കിലേ മുട്ടുകാർ തല്ലി ഓടിക്കും. അതാണ്. എന്നാ പെട്ടെന്ന് എന്നോളൂ, അല്ലെങ്കിലേ മുടന്തി നടക്കേണ്ടി വരും. പോവാൻ തോന്നുന്നേ ഇല്ല, പക്ഷേ പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. പൊയ്ക്കോ പൊയ്ക്കോ, ഇല്ലെങ്കിൽ പ്രശ്ന. പോയേക്കാം. ഒന്ന് തന്നേക്ക്. അടിയാ? അടിയല്ല, മറ്റേ സാധനം. മറ്റേ സാധനോ? മധുരം. മധുരം അത് വായിലേക്കല്ലേ തരേണ്ടത്, കവിളിലല്ലല്ലോ. ചോക്ലേറ്റ് ഫ്രിഡ്ജിൽ കാണും, അത് കഴിച്ചിട്ട് പൊക്കോ. ഒന്നും അറിയാത്തതുപോലെ പെരുമാറരുത് കേട്ടോ. സത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. മനസ്സിലാക്കി തരാം. ഇത് തന്നെ. ഇപ്പൊ മനസ്സിലായല്ലോ അല്ലേ? ഹലോ. എന്താ ഫോൺ എടുക്കാൻ വൈകിയത്? ഞാൻ ഞെട്ടിധരിച്ചിരിക്കായിരുന്നു. എന്തുപറ്റി? കല്യാണി പോകുമ്പോ എനിക്ക് അവളൊരു ഉമ്മ തന്നു. നീ എന്തിനാണ് ചൂടാവണത്? അവൾ എനിക്കാണ് തന്നത്, ഞാൻ അങ്ങോട്ടല്ല. നീ ചോദിച്ചു വാങ്ങിയതായിരിക്കും. നിന്റെ സ്വഭാവം എനിക്കറിയില്ലേ. നിന്നോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോടി കേളാൻ പറ്റേ? ഞാൻ അത്രക്കാരൻ നഹിഹേ. ഓ, ഒരു മാന്യൻ. ഇനി ഇങ്ങനെ നടന്നെന്നറിഞ്ഞാലേ കൊന്നുകളയും നിന്നെ ഞാൻ. ഒക്കെ നീയായിട്ട് തന്നെ ഉണ്ടാക്കിയതല്ലേ, അനുഭവിച്ചോ. എന്നുവെച്ച് താൻ കൂടുതൽ അടുപ്പമൊന്നും അവളോട് കാണിക്കണ്ട. ആക്ടിങ് മതി. ആക്ടിങ് മതി. നിനക്ക് ജീവനോട് കഴിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന അനുസരിക്കുക. ഇതിപ്പോ വല്ലത് തലവേനയായല്ലോ. ഒക്കെ പറഞ്ഞ നീ, ഇപ്പൊ കുറ്റം എനിക്ക്. എല്ലാ തലവേദനയും 2-3 ദിവസത്തിനകം ഞാൻ മാറ്റും. എന്റെ അന്വേഷണത്തിനൊരു റിസൾട്ട് ഉണ്ടാവും. തനിക്ക് ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഞാനും അങ്കിളും നാളെ പരിശോധിക്കുന്നുണ്ട്. തന്നെ ഇടിച്ചിട്ട കാറ് ഏതെന്ന് മനസ്സിലാവും. ഇതിന് പിന്നിൽ ആരാണെന്ന് അപ്പൊ മനസ്സിലാവും. താൻ അന്വേഷിക്കേ. ഒരു IPS വന്നിരിക്കുന്നു. ചെയ്ത ആളെ പൊക്കി തന്റെ മുന്നിലിടുമ്പോ മനസ്സിലാവും കീർത്തി ആരാണെന്ന്. ഞാൻ അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. നോക്കാം. ശരി ശരി, അപ്പൊ കിടന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സ്വീറ്റ് കിസ് വേണ്ട, അത് കല്യാണി തന്നിട്ടുണ്ട്. വൃത്തികെട്ടവനെ. വൃത്തികെട്ടവനോ? ഹലോ ഹലോ. കുശുംബി. കൊള്ളാം. മനഃപൂർവമല്ലാത്ത നരഹത്യക്ക് കേസെടുത്തേക്കാം, അല്ലാതെ മറ്റു കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. നാളെ കൗൺസിലിങ്ങിനായിട്ട് റോഷൻ വരും. ഞാൻ നാളെ അവനെ കാണും. തിരികെ പോകുമ്പോ ഞാൻ ഇവർക്ക് വിവരം നൽകും. പിന്നെ ഒരു ആക്സിഡന്റ്. എന്താ കലാവതി പത്രത്തിലെ പ്രധാന വാർത്ത? എല്ലാം പതിവ് പോലെ തന്നെ. അമ്മേ, ഞാൻ ഇറങ്ങും. നീ എവിടെ പോകുന്നു? കൗൺസിലിങ്ങിന്.
ഓരോ ചടങ്ങുകളെ അഞ്ജലി ഒഴിവാക്കാൻ തീരുമാനിച്ചു. നമുക്ക് വേണ്ട, പിന്നെ മറ്റുള്ളവരെന്തിനാ നിർബന്ധം പിടിക്കുന്നേ? കൂട്ടിയോജിപ്പിക്കാൻ അവരുടെ ശ്രമം. കൂട്ടിയോജിപ്പിക്കാനോ? ഇതെങ്ങാനും കീർത്തി അറിഞ്ഞാലേ അവളെ തല്ലിക്കൊല്ലും. എത്രയും പെട്ടെന്ന് ആ ബാധ ഒന്ന് ഒഴിഞ്ഞാ മതിയായിരുന്നു. അവള് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുക. ഇന്നത്തോടെ ഒരു തീരുമാനത്തിലെത്തണം. ഇനി ഒരു സിറ്റിംഗ് ഉണ്ടാവരുത്. അഞ്ജലിയെ ഫേസ് ചെയ്യുന്ന കാര്യം ഓർക്കുമ്പോഴാണ്. അവൾ ഒന്നിച്ച് ജീവിക്കാനായി പല കാരണങ്ങളും പറയും. വഴങ്ങി കൊടുക്കരുത്. ഡിവോഴ്സിന്റെ കാര്യത്തിൽ നീ ഉറച്ചു നിൽക്കണം. കൂടെ ജീവിച്ച അവൾ എന്റെ മോനെ അപായപ്പെടുത്തും. എല്ലാം അറിഞ്ഞിട്ടും ഒന്നിപ്പിക്കാൻ നോക്കുക. എന്ത് വേണമെന്ന് എനിക്കറിയാം. പോയിട്ട് വരാം. നല്ല കണി. ഇന്ന് തന്നെ അഞ്ജലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. റോഷൻ സാർ ഇത് എവിടെ പോകുന്നു? കൗൺസിലിങ്ങിന്. അങ്ങനെ ഒരു നാട്ടു നടപ്പുണ്ടല്ലോ. ഒടുക്കം അഞ്ജലിയും മറ്റുള്ളവരും ചേർന്ന് റോഷൻ സാറിന്റെ മനസ്സ് മാറ്റോ? ഏയ്, അങ്ങനെ മാറുമോ കീർത്തി? എന്റെ മനസ്സിപ്പോ നിന്നിൽ മാത്രമാണ്. ആർക്കും അത് പിടിച്ചെടുക്കാൻ കഴിയില്ല. എങ്കിൽ റോഷൻ സാർ പോയിട്ട് വാ. കീർത്തി കൂടി വന്നാ നന്നായിരിക്കും. ഏയ്, ഞാനില്ല. എനിക്കവളെ കാണുന്നത് തന്നെ ഇഷ്ടമല്ല. ദേഷ്യം വരും. നീ അവളെ കാണാനൊന്നും നിൽക്കണ്ട, പുറത്തു നിന്നാ മതി. ഇവിടെ കാര്യമായിട്ട് ജോലിയൊന്നുമില്ലല്ലോ. വാ, ഇനി താമസിക്കണ്ട. അവൻ തനിയെ പോവല്ലേ, നിനക്ക് കൂട്ടുപോയാലെന്താ? കീർത്തി ചെല്ലുമോളെ. അല്ല, എനിക്ക് ഓ, കെട്ടാൻ പോകുന്ന പെണ്ണ, നിശ്ചയവും കഴിഞ്ഞു. കൂടുതൽ സമ്മതമൊന്നും ആവശ്യമില്ല. പിടിച്ചോണ്ട് പോടാ. കീർത്തി വാ. വാടോ. അത് ഞാൻ അല്ല, അത് റോഷൻ സാർ, ഞാൻ വീട്ടിൽ അത് പറഞ്ഞിട്ടില്ല. കുഴപ്പമില്ല, നമുക്ക് ഫോൺ ചെയ്യാലോ. അല്ല, എനിക്കിവിടെ ജോലിയുണ്ട്. കേറ് കീർത്തി. ഞാനൊരു കാര്യം ചോദിച്ചാ കീർത്തി സത്യം പറയണം. ചോദിച്ചോളൂ, പറയാം. നമ്മൾ ആദ്യമായിട്ട് കണ്ടുമുട്ടിയില്ലേ? താൻ ഓർക്കുന്നില്ലേ ആ രാത്രി? അന്ന് തന്നെ തനിക്ക് എന്നോട് പ്രണയം തോന്നിയിരുന്നില്ലേ? ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം തോന്നുക എന്നൊക്കെ പറയാറില്ലേ? അതുപോലെ. എന്താ ഇപ്പോ അങ്ങനെ ചോദിച്ചത്? പിന്നെയല്ലേ നീ രാഹുലിനെ കണ്ടത്? ആദ്യ കാഴ്ചയിൽ തന്നെ ഉടക്കി. ഒടുവിൽ ഞാനും അവനും സഹോദരന്മാരാണെന്ന് നീ അറിഞ്ഞു. അതുവരെ അവനോടായിരുന്നില്ല, എന്നോടായിരുന്നു നിനക്കിഷ്ടം, അല്ലേ? ആ, പെൺകുട്ടികളെ വളയ്ക്കാൻ അവൻ മിടുക്കനാ. അവനിൽ നീ വീണു. നിന്നെ വീഴ്ത്തിയതാണെന്ന് പറയുന്നതാവും ശരി. നീ ഇപ്പൊ തുറന്നു പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നിനക്ക് എന്നോട് ഇഷ്ടമായിരുന്നു. രാഹുൽ ഇപ്പൊ നിന്നെ വേണ്ടാന്ന് വെച്ചു കഴിഞ്ഞപ്പോ നീ എന്നെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. രാഹുലിനോടുള്ള വാശി മാത്രമല്ലാതെ
മനസ്സിൽ ഒരിക്കലും ഇഷ്ടം തോന്നാത്ത ഒരാളെ ഒരു പെൺകുട്ടിയും സ്വീകരിക്കില്ല. കീർത്തിയോ അങ്ങനെ തന്നെയാ. നീ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനിന്ന് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്നറിയോ? കുറെ കാലം മുമ്പ് ഞാൻ കണ്ട ഒരു സ്വപ്നമാണിന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത്. അല്ലെങ്കിലും കീർത്തിയെ പോലൊരു നല്ല പെൺകുട്ടി രാഹുലിന് ശരിയാവില്ല. നീ റോഷന് പറ്റിയ പെണ്ണ. നീ എന്താ മിണ്ടാതിരിക്കുന്നേ? സാറ് സംസാരിക്കുന്നുണ്ടല്ലോ, കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രാഹുലും ഞാനും ഇഷ്ടമാണെന്ന് ആക്സിഡന്റ് നടക്കുന്ന ദിവസമാണ് പറഞ്ഞത്. ഞാൻ സംസാരിച്ചത് സാറിനറിയാമോ? ഏയ്, എനിക്കതൊന്നും അറിയില്ലായിരുന്നു. അതറിഞ്ഞിരുന്നെങ്കിൽ വീട്ടുകാരെനിക്ക് വേണ്ടി തന്നെ ആലോചിക്കുമ്പോ ഞാൻ വേണ്ടെന്ന് പറയായിരുന്നില്ലേ? രാഹുലിന് ആക്സിഡന്റ് നടക്കുമ്പോ റോഷൻ സാർ എവിടെയായിരുന്നു? ഞാൻ എവിടെയായിരുന്നു? ഞാൻ വീട്ടിലായിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറെ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ആക്സിഡന്റ് നടന്നത് എന്തുകൊണ്ടാ പോലീസിൽ അറിയിക്കാത്തത്? പരാതിയും കൊടുത്തില്ല. അപ്പോ അങ്ങനെ ഒരു മൂഡായിരുന്നില്ല. അല്ല, കീർത്തി എന്തിനാ ഇതൊക്കെ ഇപ്പൊ ചോദിക്കുന്നത്? ചോദിച്ചെന്നേ ഉള്ളൂ. ഞാനത് മറക്കാൻ ആഗ്രഹിക്കുക. പാവന്റെ രാഹുൽ. നമുക്ക് മറ്റെന്തെങ്കിലും സംസാരിക്കാം. ഇനി അങ്ങോട്ടേക്കുള്ള നമ്മുടെ യാത്രയെക്കുറിച്ച് സംസാരിക്കാം. ചെറിയൊരു തലവേദന, നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ, റിലാക്സ്. ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. ഈ തണുത്ത മൺചുരങ്ങളിതുവഴി മെല്ലെ വന്നൊരുങ്ങ തന്ന കരൾമിഴിയേ, കീർത്തി, എന്തു പറ്റി? സ്ഥലം എത്തിയില്ലേ? ഓ, ഞാനത് മറന്നു. കരയാതെ അഞ്ജലി. എന്താ ഇത്? സാറിന് മനസ്സിലായില്ലേ എന്നെ കുറിച്ച്? ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും റോഷൻ എന്നെ റോഷൻ ഇരിക്കൂ. ഇരിക്കൂ. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊക്കെ നിസ്സാര പ്രശ്നമാണ്.
എടുത്തു ചാടി ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നിസ്സാര പ്രശ്നമാണോ? യഥാർത്ഥ പ്രശ്നം എന്താണെന്നൊന്നും നിങ്ങൾക്കറിയില്ല. സർ, ഇവള് പറയുന്ന മാത്രമേ കേട്ടുള്ളൂ, ഞാൻ പറയുന്ന കേട്ടില്ല. പല ഡിവോഴ്സ് കേസുകളിലെയും കാരണം വളരെ നിസ്സാരമാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് അത് വലിയ വിഷയമായിട്ട് തോന്നാം, എന്നാൽ പുറത്തു നിന്ന് കാണുന്നവർക്ക് അത് നിസ്സാരമാണ്. റോഷൻ, ലുക്ക്, നിങ്ങളുടെ വിഷയം മറ്റുള്ളവർക്കായിരുന്നെങ്കിൽ എന്നൊന്ന് ചിന്തിച്ചു നോക്ക്. അപ്പൊ നമുക്ക് ചിരി വരും. ഇത്രേ ഉള്ളൂന്ന് തോന്നും. അങ്ങനെ ചിന്തിക്കുമ്പോ ഡിവോഴ്സ് ഒരു എടുത്തിയാട്ടമായി നമുക്ക് തോന്നാം. എന്റെ പ്രശ്നം ഞാൻ സാറിന്റെ പ്രശ്നമായിട്ട് ചിന്തിച്ചു നോക്കാം. യെസ്, അപ്പൊ അത് നിസ്സാരമായിട്ട് തോന്നും. തന്റെ കാമുകനുമായി ചേർന്ന് ഭർത്താവിനെ കൊല്ലാൻ സാറിന്റെ ഭാര്യ ശ്രമിക്കുന്നു. ഒരു തവണ സാർ കൊലപാതക ശ്രമത്തിന്ന് തലനാരിഴക്കി രക്ഷപ്പെടുന്നു. ഒരു ദിവസം സാർ ഇത് മനസ്സിലാക്കുമ്പോ സാറിന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കോ? ഇല്ല. ഇതൊന്നും അല്ലല്ലോ അഞ്ജലി താൻ എന്നോട് പറഞ്ഞത്. ഡിവോഴ്സ് ചെയ്യാനുള്ള കാരണം റോഷന്റെ സംശയരോഗമാണ് എന്നല്ലേ താൻ പറഞ്ഞത്? അതാണ് സത്യം. ഇദ്ദേഹം പറയുന്നത് കള്ളമാണ്. റോഷൻ എന്ന് പറഞ്ഞ എനിക്ക് ജീവനാ. ഡിവോഴ്സ് കേസുകളിൽ പരസ്പര ബന്ധമില്ലാത്ത കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉന്നയിക്കാറുണ്ട്. ഇനി ആലോചിക്കാനൊന്നുമില്ല സർ. എത്ര നാളിരുന്നാലും എന്റെ തീരുമാനം ഞാൻ മാറ്റില്ല. നീ എന്താടി ഇവിടെ? ഞാൻ റോഷൻ സാറിന്റെ കൂടെ വന്നതാ. റോഷൻ സാറിന്റെ കൂടെയോ? നീയല്ലേ പറഞ്ഞത് നിനക്ക് അയാളെ ഇഷ്ടമല്ല, നീ എടുത്തോന്നൊക്കെ. നീ ഏർപ്പെടുത്തിയ ആളാ എന്നെ വിളിച്ച് വിവാഹകാര്യം പറഞ്ഞെന്ന് പറഞ്ഞു. എല്ലാം കള്ളമായിരുന്നല്ലേ? എന്തായാലും ഇതൊന്നും ഞാൻ റോഷനോട് പറഞ്ഞിരുന്നില്ല. പറയാഞ്ഞത് നന്നായി. നീ എന്തിനാടി എന്നോട് കള്ളം പറഞ്ഞത്? വിശ്വസിക്കാൻ കൊള്ളാത്തവളാ നീയെന്ന് എനിക്കറിയാം. എന്തിനായിരുന്നു അന്ന് നീ അങ്ങനെ ഒരു നാടകം കളിച്ചത്? എന്തായി? രണ്ടുപേരും ഒന്നാവാൻ തീരുമാനിച്ചോ? പരിഹസിക്കാണോടി നീ? റോഷൻ സാറിനെ എടുത്തോ എന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ പറയുന്നില്ല. ഞാൻ റോഷൻ സാറിനെ സ്നേഹിക്കുന്നു, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. നീ എന്ന ശല്യം പെട്ടെന്ന് ഒഴിഞ്ഞു തരുമോ? നിന്നെ റോഷൻ സാറ് വെറുക്കുന്നു. പിന്നെ നീ എന്തിനടി പുറകെ നടക്കുന്നത്? വിട്ടുപോയിക്കൂടെ? രാഹുലിന്റെ പിറകെ ആയിരുന്നല്ലോടി നീ. എപ്പോഴാ മാറ്റി പിടിച്ചത്? അവനെ ഒന്നിനും കൊള്ളാതായപ്പോ അല്ലേ? അപ്പോ റോഷൻ എന്ന പുളിങ്കൊമ്പി കയറി പിടിച്ചു. റോഷൻ സാറിനെ എനിക്ക് മുമ്പേ ഇഷ്ടമായിരുന്നു. നീ തന്നെ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ. നീ എത്ര തവണ കോടതി കയറി ഇറങ്ങിയാലും നിനക്ക് റോഷൻ സാറിനെ കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം എന്റേതാ, എന്റേതും മാത്രം. കീർത്തി, നീ കാറി കയറ്. എന്തിനാ ഈ വഴിയെ പോകുന്നവരോടൊക്കെ സംസാരിക്കുന്നത്? നീ കേറ്. നിന്റെ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്നാ മതി. നിന്നെ ഒഴിവാക്കേണ്ട വഴി എനിക്കറിയാം. കേറ്.
നിന്നെ ഒഴിവാക്കേണ്ട വഴി ഞാൻ ആലോചിച്ച് കഴിഞ്ഞു റോഷൻ. ഒപ്പം കീർത്തി. രണ്ടും ഏതാനും നിമിഷങ്ങൾക്കകം തീരും. ഒരു ആക്സിഡന്റ്, രണ്ട് തീരും. എന്നെ ആരും സംശയിക്കാനും പോണില്ല. ഹലോ മേഡം. റോഷൻ കാറിൽ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവര് വരുമെന്ന് കരുതി കാറിൽ തന്നെയാ വന്നിരിക്കുന്നത്. നമ്പർ KL04AL 4008, ബ്ലാക്ക് കളർ. അപ്പൊ നേരത്തെ പറഞ്ഞ വാഹനം തന്നെ? അതെ, അതേ വാഹനം തന്നെ. അവര് വീട്ടിലേക്ക് തന്നെയാ മടങ്ങുന്നതെന്ന് സൂചന കിട്ടിയിരുന്നു. നമ്മൾ തെരഞ്ഞെടുത്ത വഴി തെറ്റിയില്ല. അതേ റോഡിലൂടെ തന്നെ അവര് വരും. ഒരു ആക്സിഡന്റ്, സ്പോട്ടിൽ തന്നെ തീരണവൻ. അവന്റെ കൂടെ കീർത്തി എന്നൊരു പെൺകുട്ടിയുണ്ട്. അവന്റെ ഒപ്പം അവളും തീരട്ടെ. പെട്ടെന്ന് ചെല്ല്, തീർത്തിരിക്കണം രണ്ടിനെയും. ആ സന്തോഷ വാർത്ത കേൾക്കാനായി ഞാൻ കാത്തിരിക്കും. ഓൾ ദി ബെസ്റ്റ്. സ്റ്റാർട്ട് ചെയ്തു. അപ്പോ ഏതാനും നിമിഷങ്ങൾക്കകം റോഷൻ കൊല്ലപ്പെടും. ഒപ്പം അവൻ ആഗ്രഹിക്കുന്ന അവളും കീർത്തിയും. അവരൊരു വാഹനത്തിലാ സഞ്ചരിക്കുന്നത്. ഇപ്പൊ പുറകെ നമ്മൾ ഏർപ്പാടാക്കിയവരുടെ വാഹനവും കാണും. ഏത് നിമിഷവും ആക്സിഡന്റ് സംഭവിക്കാം. രണ്ടുപേരും കൊല്ലപ്പെടും. കീർത്തി നിർഭാഗ്യവതി, അല്ലാതെ എന്തു പറയാൻ. റോഷന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ച് രവീന്ദ്രൻ കരയും. ആ സമയം ഞാൻ അവനെ വിളിക്കും, സംസാരിക്കും ഞാൻ അവനോട്. എന്റെ ജീവിതം തകർത്തവന്റെ കരച്ചില് എനിക്ക് കേൾക്കണം. മകൻ നഷ്ടമായ ദുഃഖത്തിൽ ജീവിതാവസാനം വരെ രവീന്ദ്രൻ